തീപ്പൊരിയിൽ നിന്ന് തീപിടുത്തം ഉണ്ടായപ്പോൾ ഭയന്നോടുകയല്ല, മറിച്ച് ആ തീയെ മെരുക്കി ഇരുട്ടിനെ വെളിച്ചമാക്കിയതാണ് മനുഷ്യന്റെ ചരിത്രത്തിലെ ആദ്യത്തെ അതിജീവനം. ശിലായുഗത്തെ കൂർത്ത കല്ലുകൾ മുതൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന AI വരെ എത്തി നിൽക്കുന്ന ഈ യാത്രയുടെ പിന്നിൽ ഒരേ ഒരു പ്രചോദനമേ ഉള്ളൂ: പ്രതിസന്ധികൾ എങ്ങനെ അവസരങ്ങളാക്കാം. ഒരു യുദ്ധം വരുമ്പോൾ ലോകം നിശ്ചലമാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. അവിടെ പുതിയ ഇന്ധനങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും പിറവിയെടുക്കുകയായിരുന്നു. സിലിണ്ടറുകൾ അപ്രതീക്ഷിതമാവുകയും പൈപ്പുകൾ വഴി ഊർജമാവുകയും ചെയ്യുന്ന ഈ കാലഘട്ടം വെറുമൊരു മാറ്റം മാത്രമല്ല, മറിച്ച് മനുഷ്യൻ തന്റെ പരിമിതികളെ മറികടക്കാൻ നടത്തുന്ന വമ്പൻ കുതിച്ചുചാട്ടം കൂടിയാണ്. നാളെയുടെ അടുക്കളകളിൽ സംഭവിക്കാൻ പോകുന്ന ആ അത്ഭുതം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? LPG എന്ന കുക്കിംഗ് ഗ്യാസ് നാട്ടിൽ വ്യാപകമായിട്ട് വർഷങ്ങളായി. പക്ഷെ ഇറാൻ യുദ്ധത്തോടെ കൂടുതൽ കേട്ടു തുടങ്ങിയ പേരുകളാണ് LNGയും PNGയും ഒക്കെ. കൂടുതൽ പേർക്കും ഇത് എന്താണെന്നോ ഇവ നമ്മുടെ ദൈനംദിന ജീവിതത്തിനുള്ള ചെലവ് കുറയ്ക്കുമോ, ജീവിതം എളുപ്പമാക്കുമോ എന്നൊന്നും അറിയില്ല. ഞാനിതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കാര്യമുണ്ട്. നിങ്ങൾക്കറിയാലോ, പശ്ചിമേഷ്യയിലെ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ നമ്മളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഗ്യാസിന്റെ കാര്യത്തിലാണ്. പശ്ചിമേഷ്യയിൽ തുടങ്ങിയ യുദ്ധം നമ്മുടെ വീടുകളിലെ അടുക്കള വരെ എത്തി നിൽക്കുന്നു. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യമുണ്ട്: ഇനി ഈ ഗ്യാസ് സിലിണ്ടർ കിട്ടാതാവുമോന്ന്. ഇപ്പൊ തന്നെ പല ഹോട്ടലുകളും അടച്ചു. ഉള്ള ഹോട്ടലുകളിലാണെങ്കിൽ ഭക്ഷണത്തിന് വില കൂട്ടി, ചിലരാണെങ്കിൽ മെനു ഒന്ന് ചുരുക്കി. അങ്ങനെ പല മാറ്റങ്ങളും പശ്ചിമേഷ്യയിൽ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ അനുഭവിച്ചു തുടങ്ങി. ഇനി ഗ്യാസ് സിലിണ്ടർ കിട്ടാതായാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഇപ്പോൾ ഏറെ പ്രസക്തമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അവിടെയാണ് ഇനി പറയുന്ന കാര്യങ്ങൾക്കുള്ള ചില പ്രസക്തി. LNG എന്നാൽ ദ്രാവീകൃത പ്രകൃതിവാതകം തന്നെയാണ്. നിറമില്ലാത്തതും വിഷരഹിതവുമായ ഒരു വാതകമാണിത്. -162°C തണുപ്പിക്കുന്നതിനാൽ കൈകാര്യം ചെയ്യാനുള്ള സ്ഥലം LPGയെക്കാളും കുറച്ചു മതി. അതിനാൽ ഷിപ്പിങ്ങിനും ചെലവ് കുറച്ചു മതിയാകും. തണുപ്പിക്കുന്നതിലൂടെ വാതകം അതിന്റെ യഥാർത്ഥ അളവിന്റെ 1/6 ചുരുങ്ങും. അതിനാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വ്യക്തമായില്ലേ ചെലവ് എങ്ങനെ കുറയുന്നുവെന്ന്? സൂപ്പർ കൂൾ ചെയ്തുകൊണ്ടുവരുന്ന ഗ്യാസ് തുറമുഖത്ത് എത്തിച്ച് പൈപ്പ് ലൈനുകൾ വഴി, അതായത് PNG പൈപ്പഡ് നാച്ചുറൽ ഗ്യാസ് എളുപ്പത്തിൽ വിതരണം ചെയ്യാൻ കഴിയും. പവർ പ്ലാന്റുകൾ, ഫാക്ടറികൾ, വ്യവസായശാലകളിലെ വൻ ബോയിലറുകൾ തുടങ്ങിയവയ്ക്കാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത വർഷത്തോടുകൂടി രാജ്യത്ത് ഇതിന്റെ ഉൽപാദനം കൂടുതലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള ഗ്യാസ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് LNG എത്തിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയിലും LNG ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 2023 രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര വാതക ഉൽപാദനം 36.4 ബില്യൺ ക്യൂബിക് മീറ്ററിൽ എത്തിയിരുന്നു. കൃഷ്ണ ഗോദാവരി തടത്തിലാണ് വാതക ഉൽപാദനം കൂടുതലും നടക്കുന്നത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് തികയാതെ വന്നതോടെയാണ് ഇറക്കുമതി ചെയ്യുന്നത്. 50 മുതൽ 65% വരെയാണ് LNG ഇറക്കുമതി ചെയ്യുന്നത്. ഇനി PNGയെ കുറിച്ച് പറഞ്ഞാൽ ഡെലിവറി ചെലവ് പരമാവധി കുറയ്ക്കാം. ഇത് ഉപഭോക്താക്കളുടെ പോക്കറ്റും കാലിയാക്കില്ല. മാത്രമല്ല, ഉപയോഗിക്കുന്ന ഗ്യാസിന് മാത്രം പണം നൽകിയാൽ മതിയാകും. ഇടയ്ക്കിടെയുള്ള വിലക്കയറ്റവും ഉണ്ടാവില്ല. പക്ഷെ രാജ്യത്ത് എല്ലായിടത്തും ഇത് നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം. പൈപ്പ് ലൈനുകൾ കൂടുതൽ സ്ഥാപിച്ച് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് പൂർത്തിയാകുന്നതോടെ ഗ്യാസ് ഏജൻസികളും സിലിണ്ടറുകളും ഒരുപക്ഷെ പൂർണ്ണമായും അപ്രത്യക്ഷമായേക്കാം. കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത രീതികളും ഒക്കെ മാറുകയാണ്. ഒരു കാലത്ത് വിറകടുപ്പിൽ നിന്ന് ഗ്യാസിലേക്ക് മാറിയതുപോലെ ഇന്ന് സിലിണ്ടറുകളിൽ നിന്ന് പൈപ്പ് ലൈൻ കണക്ഷനിലേക്കുള്ള മാറ്റത്തിന്റെ വക്കിലാണ് നമ്മൾ. ഉപയോഗിക്കുന്ന ഗ്യാസിന് മാത്രം പണം നൽകിയാൽ മതിയെന്നതും വിലക്കയറ്റത്തിന്റെ ആശങ്കയില്ല എന്നതും സാധാരണക്കാർക്ക് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. ആഗോളതലത്തിൽ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പകച്ചു നിൽക്കാതെ സ്വന്തം ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ ഈ ശ്രമം ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. നാളെയുടെ അടുക്കളകൾ കൂടുതൽ സ്മാർട്ട് ആകാൻ പോവുകയാണെന്ന് ചുരുക്കം. മനുഷ്യന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഈ വെല്ലുവിളിയെല്ലാം പലപ്പോഴും അവസരമാക്കി മാറ്റിയെന്നാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. വെല്ലുവിളികൾ അതിജീവിച്ച് വരുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ വലിയ വലിയ ഉയരങ്ങളും നേട്ടങ്ങളും ഒക്കെ തന്നെയാണ്. ഇപ്പൊ ഗ്യാസ് സിലിണ്ടറിന് പ്രതിസന്ധി വന്നപ്പോൾ ഇനി ഗ്യാസ് സിലിണ്ടർ കിട്ടാതായാൽ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് മറ്റൊരു മാറ്റത്തിലേക്കുള്ള തുടക്കമായിരിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ മാറിയാലും എല്ലാം പഴയപടിയായി വരാൻ ചിലപ്പോൾ കുറച്ച് കാലതാമസം എടുക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ഇതുപോലെ ജീവിച്ചു പോകേണ്ടതുണ്ട്. പുതിയ പുതിയ മാറ്റങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും എല്ലാം പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി മനുഷ്യൻ കണ്ടെത്തിയ മാർഗങ്ങൾ തന്നെയാണ്. അത് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ എത്തി നിൽക്കുന്നുണ്ട്. ഉറപ്പായും ഗ്യാസിന്റെ പ്രതിസന്ധി പരിഹരിക്കപ്പെടും. ഗ്യാസ് സിലിണ്ടർ കിട്ടാത്ത ഒരു കാലത്തിലേക്ക് എത്തിയാൽ ഉറപ്പായും അതിനെ അതിജീവിക്കാനുള്ള മാർഗവും നമ്മൾ കണ്ടെത്തും. പ്രതീക്ഷകൾ തന്നെയാണ് എന്നും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്.
പ്രതീക്ഷയും പ്രചോദനവും ഒക്കെ മനുഷ്യജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്.